നമസ്കാരം എല്ലാവർക്കും. നല്ല മഴയാണ്. മഴയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക. വെള്ളവുമായിട്ട് സമ്പർക്കമുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിച്ച് ജോലിയൊക്കെ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാം. அன்னைக்கு வணக்கம், தந்தைக்கு வணக்கம், ஆசானுக்கு வணக்கம், 18 സിദ്ധറുകൾക്ക് വണക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഒരു യൂസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ മഴ സമയത്ത് വളരെയധികം ഈ വീഡിയോയുമായിട്ട് പ്രാധാന്യമുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് വളരെയധികം പിന്നെ പ്രേക്ഷകരായ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പ്രേക്ഷകർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻ, അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും അവശിഷ്ടങ്ങൾ എപ്പോൾ മുതൽ പോകാതെ ഇരിക്കാൻ തുടങ്ങുന്നുവോ ആ സമയം മുതലാണ് അയാൾക്ക് അസുഖം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് അയാളുടെ ശരീരം പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലയളവിൽ നമുക്ക് ഷുഗർ പേഷ്യന്റ്, അതുപോലെ തന്നെ പൈൽസ് സംബന്ധപ്പെട്ട ആളുകൾ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇപ്പൊ പൊതുവേ ഇപ്പോ കണ്ടുവരുന്നത്. അപ്പൊ ഇതിന് പല തരത്തിലുള്ള മാർഗങ്ങളും നമ്മൾ അവലംബിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും വളരെ എളിമയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാർഗമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട്, എന്നാൽ വളരെ നല്ല പവർഫുൾ ആയിട്ട് നമുക്ക് കാര്യം നടക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ കോൺസ്റ്റിപ്പേഷന്റെ സംബന്ധപ്പെട്ട പല വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും ഒരു മാർഗമായിട്ട് തന്നെ ചെയ്യുന്നതിൽ തെറ്റില്ല. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മള് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക. ആ ചൂടുവെള്ളത്തിൽ കുടിക്കാൻ പാകത്തിന് ചൂടുവെള്ളം എടുക്കുക. ആ ചൂടുവെള്ളത്തിൽ ഒരു ലേശം, ഒരു ടീസ്പൂൺ ഉപ്പ്, കല്ലുപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതോടൊപ്പം തന്നെ അതിൽ ഒരു നാരങ്ങയുടെ ചാറ്, നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഒരു ഗ്ലാസ് ചൂടുവെള്ളം, അതിൽ ഒരു ടീസ്പൂൺ ഉപ്പ്, അതിൽ തന്നെ ഒരു നാരങ്ങയുടെ ചാറ് ഫുള്ളായിട്ട് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ ആവണക്ക് എണ്ണ, അങ്ങാടി മരുന്ന് കടയിൽ കിട്ടും, ആവണക്ക് എണ്ണ. ആ ആവണക്ക് എണ്ണയും ഒരു ടീസ്പൂൺ ഇതിന്റെ കൂടെ ആ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മാക്സിമം ഒരു 1 ലിറ്റർ വെള്ളം പലപ്പോഴായി അങ്ങ് കുടിച്ചുകൊണ്ടേയിരിക്കുക. 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നമുക്ക് കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലേ? അപ്പൊ കുടിക്കാമെങ്കിൽ കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഒറ്റയടിക്ക് കുടിക്കാം എന്നുള്ളവർ കുടിക്കാം. അതല്ല എന്നുള്ളവർ ഒരു 2-3 പ്രാവശ്യമായിട്ടെങ്കിലും ഒരു 1 ലിറ്റർ വെള്ളം, പച്ചവെള്ളം അങ്ങോട്ട് കുടിക്കുക. കുടിച്ചു കഴിയുമ്പോഴത്തേക്കും പച്ചവെള്ളമോ ചൂടുവെള്ളമോ കുടിക്കാം, ഏത് വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാകാൻ തുടങ്ങും. പല പ്രാവശ്യമായിട്ട് നമുക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും
ആ കഴിവുകൾ എന്ന് പറയുന്നത് പിന്നെ കറുത്ത കളറിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പിന്നെ ആമാശയത്തിൽ തങ്ങി നിന്ന് ആ ഒരു അഴുക്കാണ് അടിച്ചെടുത്ത് അത് വെളിയിൽ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഒരു 5-6 പ്രാവശ്യം പോയി കഴിയുമ്പോഴത്തേക്ക് അവസാനം വെള്ളം പോലെ വരും. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്കും എല്ലാം ക്ലിയർ ആയി എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇതാണ് സംഗതി. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ആർക്കൊക്കെ വരുന്നോ, ഷുഗർ പേഷ്യന്റിന് ചെയ്യാം, പിന്നെ വേറെ ആർക്ക് വേണമെങ്കിലും, ഏത് അസുഖക്കാർക്ക് വേണമെങ്കിലും ധൈര്യപൂർവം ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ മാത്രമല്ല മാറുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടലിനെയും ശരീരത്തിലെ പ്രധാന അവയവങ്ങളെയെല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയും കൂടിയായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു തരത്തിലായിരിക്കും ഇത് നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടോ? എന്നാ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ ലൈക്കിങ് കുറവാണ്. അതുപോലെ തന്നെ ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തല്ലേ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെയിൻ ആയിട്ട് അതാണ് ചെയ്യേണ്ടത്. ചെയ്താൽ മാത്രമേ നമുക്ക് ഞാൻ ഇടുന്ന വീഡിയോ അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇനിയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർന്നു തരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക. അതുപോലെ തന്നെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.